താൻ ക്ഷീണിച്ചല്ലേ? വീട്ടിലിങ്ങനത്തെ പണിയൊന്നും ചെയ്യലില്ല. ഇവിടെ പാതിയായിട്ടല്ലേ, അതിൻ്റെയാ. കാര്യാക്കൊന്നും വേണ്ട. സോറി കേട്ടോ, എനിക്ക് നിന്നെ വന്ന് സഹായിച്ചു തരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന കണ്ടാലേ പിന്നെ അച്ഛൻ്റെ വായിന്ന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വരാത്ത കേട്ടോ. അല്ല, എൻ്റെ ജോലിയുടെ കാര്യം എന്തായി? ഏട്ടൻ എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എവിടെയും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. പിന്നെ താൻ പറഞ്ഞില്ലല്ലോ ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോകണമെന്ന്. അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ? എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മതി. അല്ല, ഈ ഹണിമൂണിന് പോകുന്നതിനും അച്ഛനോട് അനുവാദം ചോദിക്കേണ്ടി വരുമോ? വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇവിടുത്തെ പണിയും ചെയ്തിരിക്കണം എന്നാണ് അച്ഛൻ്റെ ഒക്കെ തീരുമാനം. ഇപ്പം നിന്റെ ജോലിക്കാര്യം ഞാൻ എങ്ങനെയാ പറയാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ടെൻഷൻ. അതിൻ്റെ ഇടയിൽ കൂടി ഈ ഹണിമൂൺ കൂടി പറഞ്ഞാണ്ടല്ലോ, പിന്നെ കഴിഞ്ഞു. അതുകൊണ്ടേ നമുക്ക് വേറെ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് അച്ഛൻ അറിയാണ്ട്. ഒരുപാട് പ്രതീക്ഷകളായിട്ടേട്ടാ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒട്ടും വിചാരിച്ചില്ല. വന്ന പാടെ അച്ഛനെയും മോയും തമ്മിൽ ഞാൻ തെറ്റിക്കാന്ന് വിചാരിക്കല്ലേ. കാര്യങ്ങൾ ആരുടെ മുഖം നോക്കിയിട്ടാണെങ്കിലും പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണം. അല്ലെങ്കിലേ നമ്മുടെ വ്യക്തിത്വം ഇല്ലാണ്ടായി പോകുന്നത്.